പാർട്ടായിട്ട് എടുത്തിട്ട് എല്ലാം കൂടി എഡിറ്റ് ചെയ്തൊരു വീഡിയോ ആക്കിയിട്ട് നമ്മളൊരു 8-9 മാസം എടുത്തിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ ഈ വീഡിയോയിൽ പല കുറവുകളും കുറ്റങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നിങ്ങൾ ജസ്റ്റ് കമൻ്റ് ആയിട്ട് പറയുക. അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോസിൽ അതൊക്കെ നമുക്ക് പരിഹരിച്ച് നല്ലൊരു വീഡിയോ ആയിട്ട് ഫുൾ റീസ്റ്റോറേഷൻ്റെ നല്ല വീഡിയോസ് ആയിട്ട് വരാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഓൾറെഡി നമ്മൾ 2 റീസ്റ്റോറേഷൻ ഇപ്പോഴും ഓൾറെഡി തുടങ്ങാനായി റെഡി ആയി നിൽക്കുന്നുണ്ട്. ഒരു കോണ്ടസേൻ്റെയും പിന്നെ അതുപോലെ തന്നെ ഒരു ജീപ്പിൻ്റെയും. അപ്പോൾ ഈ രണ്ടിൻ്റെയും റീസ്റ്റോറേഷൻ്റെ വീഡിയോ നമ്മൾ ഫുള്ള് ഡോക്യുമെൻ്റ് ചെയ്തിട്ട് നമ്മളത് ഇതിനകത്ത് അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക്. കുറച്ച് ദിവസമായി നമ്മൾ വണ്ടി എടുത്തിട്ട്. അപ്പോൾ ഇത് വണ്ടിക്ക് അകത്ത അവസ്ഥയാണ്. ഇത് എലി കയറി ഫുൾ നല്ല രീതിക്ക് പണിയുന്നുണ്ട്. അപ്പോൾ നമ്മളെ ടോപ്പിലുള്ള ഈ വെൽവെറ്റ് കവേഴ്സ് കണ്ടോ, അതൊക്കെ ആക്ച്വലി ഞാൻ വലിച്ചു പറിച്ചു മുഴുവനായിട്ട്. നമ്മുടെ വണ്ടിയുടെ ടോപ്പാണ് കേട്ടോ. ടോപ്പ് നമ്മൾ പറിച്ചെടുത്തു. അല്ലേ ഫുൾ എലി വെട്ടി പകർത്തായിരുന്നു. അതേ കാഴ്ച അങ്ങനെ കുറേ ദിവസത്തിന് ശേഷം നമ്മൾ വണ്ടി എടുത്ത് നമ്മൾ നേരെ സർവീസ് ചെയ്യാനായിട്ട് പോകാം. കാഴ്ച നമ്മളിപ്പോൾ അങ്ങനെ വാട്ടർ സർവീസ് ചെയ്യാനുള്ള സ്ഥലത്തേക്ക് നമ്മൾ വണ്ടി കൊണ്ടുവന്നു കേട്ടോ. ആ ഫുൾ പെയിൻറ്റിങ്. ഫ്രണ്ടേജ് ഓൾമോസ്റ്റ് മുഴുവനായിട്ട് അഴിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സാധനങ്ങളൊക്കെ ഈ ഹെഡ്ലൈറ്റ് ഇൻഡിക്കേറ്റേഴ്സൊക്കെ നമ്മൾ ഇവിടെ തന്നെ എടുത്തു. നമ്മുടെ ഫെൻഡർ കമ്പനി വെച്ചതാട്ടോ. അത് കണ്ടില്ലേ, കമ്പനി വെച്ചപ്പോൾ ഉള്ള പേസ്റ്റിങ് ഉണ്ടോ. നമ്മുടെ വണ്ടിയുടെ റണ്ണിംഗ് ബോർഡിൻ്റെ ഉള്ളിലെ അവസ്ഥ ഇതുണ്ട്. ഇതേപോലത്തെ സാധനങ്ങളാണ് ഈ എലി കൊണ്ടുവന്ന് അപ്പുറത്തെ റണ്ണിംഗ് ബോർഡിനകത്ത് വെച്ച്. ഇതിനകത്താണെങ്കിൽ മുഴുവൻ മണ്ണാണ് കേട്ടോ. അപ്പോൾ ഈ മണ്ണ് എവിടെ നിന്ന് വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടില്ലേ, ഈ സൈഡിൽ നിന്ന് കയറി വരണതാണ്. ഇതുണ്ടോ, നമുക്ക് നമ്മുടെ വീലിൽ കറങ്ങുമ്പോൾ അതിൻ്റെ ഒപ്പം മഴയത്ത് നമ്മൾ ഓടിക്കുമ്പോൾ വരുന്ന മണ്ണാണ് ഗായ്സ്. അപ്പോൾ നമ്മുടെ റണ്ണിംഗ് ബോർഡ് പഞ്ച് ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ അളവ് ഉണ്ടായിക്കൊടുക്കുന്നുണ്ടോ. ഈ കാണുന്ന 18 ഗേജിലാണ് നമ്മൾ റണ്ണിംഗ് ബോർഡ് പഞ്ച് ചെയ്ത് ഇറക്കാൻ പോകുന്നത്. അപ്പോൾ അതാണ് ഇപ്പോൾ മാർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ റണ്ണിംഗ് ബോർഡിലുള്ള ഷേപ്പ് അതാണിപ്പോൾ നമ്മുടെ സെൽവണ്ണിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്.
പീസായിട്ട് കട്ട് ചെയ്ത് അല്ലേ, 2 പീസ് 2 സൈഡിലേക്കുള്ള റണ്ണിങ് ബോർഡ്. ആക്ച്വലി മറ്റേ റണ്ണിങ് ബോർഡും ചളിങ്ങി പോയിട്ടുണ്ട്. എന്താണേലും നമ്മളൊരു സൈഡ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ ഇതും കൂടെ ഉണ്ടാക്കി. എത്ര മില്ലിയാണത്? കുഴപ്പമില്ല. ഇതിൽ വെച്ചിരിക്കും. ആയി അതിൻ്റെ തൊട്ടത്. ഓക്കെ. ഈ പീസ് പിടിപ്പിച്ചു. ഇപ്പോൾ അതിനെ പ്രൈമർ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി പ്രൈമർ അടിച്ച് കഴിഞ്ഞിട്ടാണ് അടുത്ത പീസ്, ഉണങ്ങി കഴിഞ്ഞിട്ടാണ് അടുത്ത പീസ് വെക്കുക. അത് ഈ കാണുന്നൊരു പീസ് ഉണ്ടല്ലോ, അത് കംപ്ലീറ്റ് ആയിട്ട് വെട്ടിയെടുത്തു, കട്ട് ചെയ്തെടുത്തു. ബോർഡ് കാര്യങ്ങളൊക്കെയാണ് ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ ഈ സൈഡിൽ നമ്മൾ ഇന്നലെ ചെയ്ത് വെച്ചാണ്. അപ്പോൾ അപ്പുറത്തെ ഒരു പീസും കൂടി അതേ ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. കുറച്ച് പാർട്സുകളും കാര്യങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവന്ന് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. മാറ്റാനുള്ള സാധനങ്ങളും പിന്നെ അതുപോലെ തന്നെ ബീഡിങ്ങും പിന്നെ ഇതിനകത്ത് നമ്മൾ ലൈറ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അതല്ല, അവിടെ നമ്മൾ ടാക്ക് കൊടുത്തു. ഇവിടെയും ടാക്ക് കൊടുത്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഫ്രണ്ടും ബോർഡ് വർക്ക്. ഇനിയിപ്പോൾ ഫ്രണ്ട് നമ്മുടെ ഫെൻഡറിൻ്റെ ആ സൈഡ് മാത്രമേ ഉള്ളൂ പിടിപ്പിക്കാൻ. ബാക്കി എല്ലാ വർക്കും കഴിഞ്ഞു, സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒക്കെ എലിയുടെ പരിപാടിയാണ്. ഇവിടെ കൂടെ മണ്ണ് കയറാൻ തുടങ്ങി. പക്ഷെ ഇവിടെ ഈ എലി ഇങ്ങനത്തെ സാധനങ്ങൾ കൊണ്ട് വെച്ചിട്ട് ഇതിൻ്റെ ഹോള്, അതായത് വാട്ടർ ചാനൽ അടഞ്ഞുപോയി. അങ്ങനെ ഈ മണ്ണും ചെളിയും ഒന്നും പുറത്തു പോകാണ്ടാണ് ഇത്രയും പാച്ചിനകത്തായേക്കണം. ഇത് രാജസ്ഥാനിലെ പൊടിമണല. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലുള്ള ഹിമാചലിലെ മഞ്ഞ് പോലെയുള്ള സ്ഥലത്തെ ഇതും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ കൂടെ ഓടിച്ചെളിയായി, നമ്മുടെ നാട്ടിലെ ചെളി കല്ല് പോലെ ആയിരുന്നു. നമ്മുടെ ഗ്ലാസ്സൊക്കെ ഊരി കേട്ടോ, കണ്ടില്ലേ? എല്ലാ അപ്പുറത്തെയും ഇപ്പുറത്തെയും ഗ്ലാസ്സൊക്കെ കംപ്ലീറ്റ് ഊരി
ഇനിയിപ്പോൾ ബാക്കിലെ ഗ്ലാസും കൂടെ അയച്ചുകൊണ്ടിരിക്കുക. എവിടെ ഓ നല്ല ആളത് പറയുന്നത് കേൾക്കുന്നതോ മക്കളാക്കിയതോ വണ്ടി ഇറങ്ങി ചിലപ്പോൾ 10 ആളെങ്കിലും 10 ആൾ ചോദിക്കും. പഠിക്കണ പഠിക്കുന്നില്ല. നമ്മുടെ വണ്ടിയുടെ ലുക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊരു വാക്ക് അറൗണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. വണ്ടിയുടെ ഫുൾ റീസ്റ്റോറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുള്ളൊരു ലുക്ക് കാര്യങ്ങളൊക്കെയാണ്. വണ്ടിയിൽ ഇച്ചിരി ചെളി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് ഒരു എഞ്ചിൻ റൂമിൻ്റെ അവസ്ഥ. വണ്ടി ഇപ്പോൾ വർക്ക് കഴിഞ്ഞതിന് ശേഷം ഏകദേശം ഒരു 2000 കിലോമീറ്റേഴ്സ് വണ്ടി ഇപ്പോൾ റൺ ചെയ്തിട്ടുണ്ട്. അതിന് ശേഷമുള്ള ഒരു എഞ്ചിൻ ബേയുടെ അവസ്ഥയാണ്. ചെറിയ ഓയിൽ ലീക്കിങ് അത് നോർമലായിട്ട് ടാറ്റയ്ക്ക് വരുന്നതാണ്. അപ്പോൾ അത് വേറെ ഇതിൻ്റെ ഈ ക്യാപ്പിലൂടെ അല്ലെങ്കിൽ ബ്രീത്തറിൻ്റെ ഇടയിൽ കൂടെ ഒന്നും അല്ല വരുന്നത്. വാൽ കവറിന് ചെറിയൊരു ഒരു ക്രാക്ക് ഉണ്ട്, അതുവഴിയാണ് അത് വരുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഫുള്ള് സിങ്കൊക്കെ മുക്കി എല്ലാം ലെവലാക്കിയതാണ്. മൊത്തം നെട്ട് ബോൾട്ടുകളൊക്കെ ആ ഒരു ഒറിജിനാലിറ്റി വിടാത്ത ലെവലിൽ സ്റ്റോക്ക് വണ്ടി എങ്ങനെ അന്ന് ഇറങ്ങുന്നോ ആ ഒരു ലെവലിലാണ് നമ്മൾ ഇത് ചെയ്തു വെച്ചിരിക്കുന്നത്. പിന്നെ ഈ കാണുന്ന നെറ്റ് ബോൾട്ടുകളെല്ലാം ലോക്കൽ നെട്ടും ബോൾട്ടുകളാണ്. അത് ആക്ച്വലി ആ വർക്ക്ഷോപ്പിൽ സെറ്റ് ചെയ്തതിൻ്റെ ഇടയ്ക്ക് അവർ ഫിക്സ് ചെയ്തതാണ്. അപ്പോൾ അത് നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ TVSൻ്റെ നല്ല ക്വാളിറ്റിയുള്ള നട്ടും ബോൾട്ടുകളും പ്ലേറ്റ് ചെയ്തിട്ട് അല്ല സിങ്ക് മുക്കിയിട്ട് ഇടാനുള്ള പ്ലാനിലാണ്. കാരണം എന്താ വെച്ചാൽ അവിടെ മാത്രമാണ് ചെറിയൊരു റസ്റ്റ് വരുന്നത്. അത് ക്വാളിറ്റി ഇല്ലാത്തൊരു ബോൾട്ടിൻ്റെ നെറ്റിൻ്റെയും വിഷയമാണ്. ആ ഒരു റസ്റ്റ് അവിടെ കാണുന്ന പോലെ തോന്നുന്നത്. പിന്നെ അതുപോലെ അവിടെ ആ റസ്റ്റ് അവിടെ കാണുന്നത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ബാക്കി അപ്പോൾ നമുക്ക് ആ വാക്ക് അറൗണ്ട് അങ്ങ് ഫിനിഷ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് വണ്ടിയുടെ ഒരു ലുക്ക് കാര്യങ്ങളൊക്കെ. ബാക്ക് സൈഡിൽ നിന്നാണെങ്കിലും എല്ലാതും നമ്മുടെ മോണോഗ്രാം ആയിക്കോട്ടെ, ബാക്കിലെ ലെറ്ററിങ് ആയിക്കോട്ടെ, ടെയിൽ ലൈറ്റ് ആയിക്കോട്ടെ, അപ്പോൾ ഈവൻ അത് നമ്മുടെ ബൂട്ടിൻ്റെ ആ ഒരു ഹാൻഡിലായിക്കോട്ടെ, എല്ലാം അത് നമ്മൾ വളരെ എന്താ പറയുക കഷ്ടപ്പെട്ട് ഓരോരോ സമയം കൊണ്ട് വാങ്ങിച്ചു വെച്ചതാണ്. ഇതൊക്കെ ആക്ച്വലി എൻ്റെ അടുത്തൊരു 2 years ആയിട്ട് ഈ സാധനമൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ അതൊക്കെ അടുത്ത റീസ്റ്റോറേഷൻ്റെ പ്ലാനിൽ ഓരോന്ന് കാണുമ്പോൾ അങ്ങനെ കളക്ട് ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ ഈ വണ്ടി ഫുള്ളായിട്ട് ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ
ഇങ്ങനെയാണ് വണ്ടിയുടെ ഇൻറ്റീരിയർ വരുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു പവർ വിൻഡോയുടെ കൺട്രോൾസ് കാര്യങ്ങളൊക്കെ. ഈ കാണുന്ന സ്വിച്ചിലാണ് പവർ വിൻഡോ കൺട്രോൾ ചെയ്യുന്നത്. ഇതൊക്കെ ഫുൾ സ്റ്റോക്കാണ്. ആക്ച്വലി ഇത് നമ്മുടെ സീറ്റിന് ഒരു റെക്സിൻ ഉണ്ടായിരുന്നു, ഒരു വെൽവെറ്റിൻ്റെ റെക്സിൻ ഉണ്ടായിരുന്നു. ആ റെക്സിൻ പൊളിച്ച് കളഞ്ഞ കൂട്ടത്തിൽ നമ്മുടെ ഇതിൻ്റെ ഇവിടെ വന്ന സംഭവങ്ങളൊക്കെ പറിച്ച് കളഞ്ഞതിന് ശേഷം ക്ലീൻ ചെയ്തിട്ടാണ് ഈ ഒരു ലെവലിലേക്ക് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത്. അതുപോലെ തന്നെ ഗിയറിൻ്റെ പാറ്റേൺ ഒക്കെ ആണെങ്കിലും ഈ ഒരു ഇങ്ങനെയാണ് വരുന്നത്. ഹാൻഡ് ബ്രേക്ക് ഒക്കെ ഈ സെൻറ്ററിൽ ഈ ഒരു ലെവലിലാണ് ഉള്ളത്. പിന്നെ അതുപോലെ തന്നെ ബാക്കിലെ ഒരു എ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്ടില്ലേ, ബാക്കിൽ നമ്മളൊരു റൂഫ് എ സി നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി അതിൻ്റെ സ്പോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയാണ്. അത് നമ്മുടെ ഇവിടെ ഹെഡ് റൂം കുറയുമോ എന്നുള്ളൊരു ടെൻഷൻ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ബാക്കിലേക്ക് കൊണ്ടുപോയത്. കാരണം അവിടെ സീറ്റില്ലല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് നമ്മളത് ബാക്കിലേക്ക് കൊടുത്തത്. നമ്മുടെ ഫ്യൂഷോയുടെ XD88 പ്ലാറ്റ്ഫോമിലുള്ള ഒരു എഞ്ചിനാണ് ഇതിനകത്തിരിക്കുന്നത്. നാച്ചുറലി ആസ്പിറേറ്റഡ് ഡീസൽ എഞ്ചിനാണ്. അതുപോലെ തന്നെ 68 HP ആണ് ഇതിൻ്റെ ഒരു ഹോഴ്സ് പവർ എന്ന് പറയുന്നത്. അപ്പോൾ 68 HP എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം, സ്വിഫ്റ്റ് നമ്മുടെ നാട്ടിലോടുന്ന സ്വിഫ്റ്റ് 75 HP ഉണ്ട്. അപ്പോൾ അതിനേക്കാളും പവർ കുറഞ്ഞൊരു എഞ്ചിനാണെങ്കിൽ പോലും ഇത് ടോപ്പ് ഗിയറിൽ വണ്ടി വന്നു കഴിഞ്ഞാൽ, അതായത് 5th ഗിയറിൽ വണ്ടി വന്നു കഴിഞ്ഞാൽ വണ്ടിക്ക് ഒരു 130-140 കിലോമീറ്റർ സ്പീഡ് വരെ നമുക്ക് ഈ വണ്ടിക്ക് എടുക്കാനായിട്ട് പറ്റും മാക്സിമം. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു 120 അല്ലെങ്കിൽ ഒരു 100 കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി നമുക്ക് ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. ആ ഒരു സ്പീഡ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും. പിന്നെ ഇതിന് എപ്പോഴാണ് നമുക്കൊരു പവർ ഇല്ല, അതായത് വണ്ടി ഒരു അണ്ടർ പവേർഡ് ആണെന്ന് നമുക്ക് തോന്നുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു 3rd ഗിയർ എത്തുന്നത് വരെ വണ്ടി ഭയങ്കര ടോർക്കിയാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് വണ്ടിയുടെ ആ ഒരു ടോർക്കിൻ്റെ ആ ഒരു സ്വഭാവം മാറി വണ്ടി ഇച്ചിരി മൂവ് ആകത്തുള്ളൂ. പക്ഷേ മൂവ് ആയി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഹൈവേയിലൊക്കെയാണ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 140 നമുക്ക് ഈസി ആയിട്ട് വണ്ടിയായിട്ട് നമുക്ക് പോകാൻ പറ്റും. അതുപോലെ തന്നെ ഒരു 120 വരെയൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഒരു യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് നമുക്ക് ഈ വണ്ടി ഹാൻഡിൽ ചെയ്യാനും പറ്റും. അപ്പോൾ പല വണ്ടികളുടെയും സ്പീഡ് നമ്മുടെ പമ്പിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല വണ്ടികളും 120 വരെയൊക്കെയാണ് പോകത്തുള്ളൂ. ഈ വണ്ടി ആക്ച്വലി എനിക്ക് കിട്ടുന്ന സമയത്ത് ഒരു 1 ടൺ വരെയൊക്കെയാണ് ഇത് പോകുള്ളായിരുന്നു. അതിന് ശേഷം നമ്മൾ പമ്പിൽ വരുത്തിയ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് അതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ അത് ചെയ്തതിന് ശേഷമാണ് വണ്ടി ഒരു 130 ഒക്കെ വണ്ടി പോകാൻ തുടങ്ങി. നമ്മുടെ നാട്ടിലെ ഇഞ്ചിൻ സ്വാപ്പിംഗ് ഒന്നും ലീഗൽ അല്ലാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മൾ ഇതിനകത്തൊരു 120 HP ഒക്കെ ഉള്ളൊരു ഏതെങ്കിലും ഒരു ഇഞ്ചിൻ നമ്മളിതിനകത്ത് സ്വാപ്പ് ചെയ്തേനെ. പിന്നെ നമ്മൾ ആ ഒരു ഒറിജിനാലിറ്റി വിട്ടിട്ടുള്ളൊരു കളിക്കും നമ്മൾ നിൽക്കാത്തതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഇഞ്ചിൻ തന്നെ. പലരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, ബ്രോ വണ്ടി കണ്ടു വണ്ടിയുടെ ഇഞ്ചിൻ സ്വാപ്പ് ചെയ്താണല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ വണ്ടി സ്വാപ്പ് ചെയ്തിട്ടില്ല. നാച്ചുറലി ആസ്പിറേറ്റഡ് XD88 68 HP എഞ്ചിനാണ് സ്റ്റിൽ ഇതിനകത്തിരിക്കുന്നത്. നമ്മുടെ വീഡിയോയിൽ മാറ്റേണ്ട കുറവുകൾ, പിന്നെ അതുപോലെ തന്നെ ആഡ് ചെയ്യേണ്ട കാര്യങ്ങൾ, ഇതെല്ലാം നിങ്ങൾ ജസ്റ്റ് കമൻ്റായിട്ട് പറയുക. നമ്മൾ കുറേ കാര്യങ്ങൾ നമുക്കും അറിയാം, പക്ഷെ എന്നാലും നിങ്ങളിവിടെ പറയുന്നത് നമ്മൾ ഉൾക്കൊണ്ട് അടുത്ത വീഡിയോ അതിലും ബെറ്റർ ആക്കാൻ നമ്മൾ എന്തായാലും ട്രൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വരുന്ന വീഡിയോ ഒരു കോണ്ടസ, പിന്നെ അതുപോലെ തന്നെ ഒരു ജീപ്പ്, ഇങ്ങനത്തെ 2 വണ്ടിയുടെയാണ് നമ്മുടെ റീസ്റ്റോറേഷൻ നമ്മളിപ്പോൾ പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്നത്. കോണ്ടസ കുറച്ച് സമയം എടുക്കുമെങ്കിലും ജീപ്പ് നമ്മൾ പെട്ടെന്ന് തന്നെ തീർക്കാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.